പത്തനംതിട്ട തിരുവല്ല നിരണം സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൻ്റെ സമീപമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അവിടെ കൂട്ടിൽ കിടക്കുന്ന താറാവുകളെ കാണാൻ സാധിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 250ഓളം താറാവ് കുഞ്ഞുങ്ങൾ ചത്തിരുന്നു. ഇതിനെ തുടർന്ന് അധികൃതർക്ക് സംശയം തോന്നി. പിന്നീട് ഭോപ്പാലിലേക്ക് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനാ ഫലം ലഭിച്ചു. അങ്ങനെയാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഈ താറാവുകളെയെല്ലാം കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇവിടെ നടക്കും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഈ പ്രദേശത്തെ 1 കിലോമീറ്റർ ചുറ്റളവ് ഇൻഫെക്റ്റഡ് സോണായും 10 കിലോമീറ്റർ ചുറ്റളവ് സർവൈവൽ സോണായും പ്രഖ്യാപിക്കും. ഇൻഫെക്റ്റഡ് സോണിൽ ഉൾപ്പെടുന്ന എല്ലാ പക്ഷികളെയും ഇല്ലായ്മ ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ നിരണം പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ കൂടി ചേരുകയാണ്. ഈ ഗ്രാമീണവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു പക്ഷിപ്പനി എന്നുള്ളത് ഇവിടെ നിന്നും കിലോമീറ്ററുകൾ മാത്രം മാറിയാണ് ആലപ്പുഴ ജില്ല. അവിടെയും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. നാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് അവർ ചെറുപ്പം മുതലേ തന്നെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ താറാവുകളൊക്കെ കണ്ടു വളരുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ്, നിങ്ങളത് എങ്ങനെയത് കൈകാര്യം ചെയ്യുന്നത്? ഇത് പക്ഷിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പക്ഷിപ്പനി ബാധിച്ചാലും പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഞങ്ങൾക്ക് ഇതിന് ഭയവും കാര്യങ്ങളും ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനെ അതിജീവിച്ച് ഞങ്ങൾ പോകും. ഞങ്ങൾക്കിത് പ്രശ്നമല്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇതിന് തൊട്ടടുത്തല്ല ആലപ്പുഴ ജില്ലേൻ്റെ തൊട്ടടുത്താണ്. ഇത് ആലപ്പുഴയാണ്. ഇത് തൊട്ടടുത്താണ് ആലപ്പുഴ. ഇത് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളിതിനെ സാധാരണ രീതിയിൽ ഞങ്ങൾ കാണുന്നു. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ കാണും. പക്ഷിപ്പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ സഹകരിച്ചു പോകും. അല്ലാതെ കൊന്നെടുക്കുന്നതിനകത്തിൽ ഞങ്ങൾക്ക് വിഷമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ എന്ത് ചെയ്യാനാണ്? അപ്പം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾ ഈ മനുഷ്യരിലേക്കും ഇത് പകരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മുൻകരുതലൊക്കെ എങ്ങനെയാണ്? നിങ്ങളുടെ അറിവ് എങ്ങനെയാണ്? ഞങ്ങൾക്ക് അങ്ങനെ പകരത്തില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ ആഹാരമാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ കഴിച്ച് ഞങ്ങളുടെ തലമുറകളോട്ട് ഇതിനെയും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നവർ ഇവിടെ. അന്നേരം ഞങ്ങൾക്ക് അങ്ങനെ പകരത്തില്ല ഞങ്ങൾക്ക് വിശ്വസിക്കുക. അങ്ങനെ ആർക്കും ഈ നിരണത്ത് ആർക്കും പക്ഷിപ്പനി വന്ന് ഒരു ചരിത്രം ഇല്ല. ഇതിനടുത്ത് കിടക്കുന്നത് ആർക്കും തന്നെ ഇല്ല. എത്ര വർഷക്കാലം ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല ആർക്കെങ്കിലും പക്ഷിപ്പനി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഈ താറാവ് വളർത്തൽ തന്നെയാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗം അല്ലേ? ഞങ്ങൾ തന്നെ വർഷങ്ങളായിട്ട് താറാവ് കുഴപ്പമില്ല വളർത്തൽ. ഞങ്ങൾ ഇതിനെ നേരത്തെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരുമാതിരിപ്പെട്ട ഭൂരിഭാഗം ഒരു 70% ആൾക്കാരും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ഇങ്ങനെ താറാവിനെ വളർത്തുന്ന ആളുകളുടെ കൈവശമുള്ള താറാവുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു? ഞങ്ങൾ വളർത്തുന്നവരാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്താണ് പക്ഷിപ്പനിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്? പക്ഷിപ്പനി നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ താറാവ് കൃഷി. അത് നമുക്ക് വലിയൊരു അവസ്ഥയായിട്ട് ഒരു ദയനീയ അവസ്ഥ വന്നിരിക്കുക. ഇതിനെല്ലാം ഇപ്പോൾ കൂട്ടത്തോടെ കൊല്ലാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം ഈ താറാവ് കർഷകരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും നഷ്ടമായിരിക്കുമല്ലോ കൂടുതലും അല്ലേ? ഫുൾ നഷ്ടമായിട്ട് വരുന്നത് അവർ ഉപജീവന മാർഗ്ഗത്തിൽ നഷ്ടമായിപ്പോയി. അവരുടെ ജീവിതമേ തകർന്നുപോയി. ഈ പ്രതിരോധ മാർഗ്ഗങ്ങളൊക്കെ എങ്ങനെ സ്വീകരിക്കാറ് സാധാരണ? വാക്സിനുണ്ട്, മരുന്ന് സർക്കാർ തരുന്നുണ്ട്, അത് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരിലേക്ക് ഇത് പകരും എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു ആശങ്കയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? അങ്ങനെയുള്ള ആശങ്കയൊന്നുമില്ല. സ്ഥിരം കാണുന്നതാണത്. നമ്മുടെ ജീവിതം താറാവ് കൃഷിയായിരുന്നു. എൻ്റെ ചേട്ടനതായിരുന്നു, എനിക്കതായിരുന്നു, എൻ്റെ അപ്പൻ തലമുറ മുതൽ താറാവ് കൃഷിയാണ്. അതുള്ള ഇപ്പോൾ ആലപ്പുഴ ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ. അവിടെയും കഴിഞ്ഞ ദിവസം പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. എൻ്റെ കുടുംബ പാരമ്പര്യമായിട്ട് താറാവ് കൃഷി. എനിക്കതിപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഞാനിപ്പം താറാവ് കൃഷിക്കാരനല്ല, ഇപ്പോൾ ഒരു മേശിരിപ്പണിയാണ്. എന്തുകൊണ്ടാണ് നിർത്തിയത് താറാവ് കൃഷി? എനിക്കതിനോട് താല്പര്യം തോന്നിയില്ല, അതുകൊണ്ട് അങ്ങ് നിർത്തി. എത്ര നാളായി നിർത്തിയിട്ട്? ഒരു 10-15 വർഷമായി. അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ താറാവിൻ്റെ കൂടെ? എനിക്കതൊരു അരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതൽ താറാവ് കൃഷിയായിരുന്നു. പുതിയ തലമുറയിലെ ആളുകൾ ഈ കൃഷിയിലോട്ടൊക്കെ വരുന്നുണ്ടോ? ഇല്ല, ഇപ്പം വരികയില്ല, ആരും വരുന്നില്ല. പഴയുള്ള ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ ഈ കൃഷിക്ക് വേണ്ടി. പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിപ്പം നഷ്ടപരിഹാരം ഇപ്പോൾ സർക്കാരിൻ്റെ ആകുമ്പോൾ സർക്കാരിൻ്റേതായ രീതിയിൽ ഇതുണ്ടാകും. പ്രൈവറ്റുകാരൊക്കെ ഇപ്പം എന്ന് പറഞ്ഞപ്പോൾ താറാവിനെ വളർത്തി ഇത് ചെയ്യുന്നവർക്ക് നഷ്ടം ഗവൺമെൻറ് കൊടുക്കണോ, ഇൻഷുറൻസൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെയും ഗവൺമെൻറ് അവർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹവും അഭിലാഷവും. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ
പണി ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ പണി ചെയ്യുന്ന ഹോട്ടലായത്. അപ്പം അതിൻ്റേതായ രീതിയിൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എല്ലാവരും വേണ്ട മുൻകരുതൽ എടുക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ എൽ അനന്തകുമാരി അറിയിച്ചിട്ടുണ്ട്. പക്ഷികളെ കൂടുതലായി ബാധിക്കുന്ന വൈറസാണ് H5N1. എന്നാൽ ഇത് മനുഷ്യരിലും ബാധിക്കാം. രോഗം ബാധിച്ച പക്ഷികളുമായോ അവയുടെ കാഷ്ടവുമായോ മലിനമായ പ്രതലങ്ങളുമായോ നേരിട്ടുള്ള സമ്പർക്കം മൂലം വൈറസ് മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയാണുള്ളത്. ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ശരീരവേദന, തലവേദന, ക്ഷീണം, ശ്വാസതടസ്സം എന്നിവ പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. രോഗബാധിത പ്രദേശങ്ങളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ജില്ലാ മെഡിക്കൽ ഓഫീസർ പറയുന്നുണ്ട്. കോഴി, താറാവ്, കാട തുടങ്ങിയ വളർത്തു പക്ഷികളുമായി അകലം പാലിക്കേണ്ടതാണ്. വളർത്തു പക്ഷികളെ എടുക്കാനും അതുപോലെ തന്നെ അവയെ താലോലിക്കാനുമൊന്നും കുട്ടികളെ അനുവദിക്കരുത്. പക്ഷികളെ വളർത്തുന്ന സ്ഥലം, അതുപോലെ അതിൻ്റെ കൂട് എന്നിവയുടെ പരിസരത്ത് പോകരുത്. മുട്ട, മാംസം എന്നിവ നന്നായി വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ചത്ത പക്ഷികൾ, കാഷ്ടം മുതലായ വസ്തുക്കളുമായി സമ്പർക്കത്തിലായാൽ ഉടൻ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. രോഗബാധിത പ്രദേശങ്ങളിലുള്ളവർ മാസ്ക് ഉപയോഗിക്കുക. പനി, ശരീരവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് സ്വയം ശ്രദ്ധിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുക. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.